ഹലോ ഹലോ മാഷേ, ആഹാ പറയൂ. അവിടെ എങ്ങനെയുണ്ട്? ഞാൻ പോകുന്നത് മാഷിനും ഫ്രണ്ടിനും ഇടങ്ങേറായില്ലേ? ഏയ് അത് കുഴപ്പമൊന്നുമില്ല. മറ്റയാള് വീട്ടിൽ പോയി, പുള്ളിയുടെ ഭാര്യ ഒറ്റക്കാണ് വീട്ടിലേ. അയ്യോ, എന്നാ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് പോരാം. ഹേയ് എൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി. ബണ്ണാണോ? പണ്ണോ? ആ പണ്ണോ വേറെന്താ പാലുണ്ടാവും. ആശുപത്രിയാണ്. ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയതാ. കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് കോളേജിൽ പോട്ടെ. ഞാൻ ചായ ഒന്നും കുടിച്ചില്ല. ആ വണ്ടി അടിച്ച പെൺകുട്ടി ഉണ്ടല്ലോ, അത് വരും. ആ പോയിട്ട് വരാം. അല്ല മാഷേ, നിങ്ങൾ ആ വിഗും വെച്ചിട്ട് പോലെ കാണാൻ പോയത്? നിങ്ങൾ ആളൊരു വമ്പൻ തന്നെ കേട്ടാ. റഹീമ, നിങ്ങൾ അതും പറഞ്ഞിട്ട് കണക്ക് കയറ്റിക്കല്ല കേട്ടോ. എല്ലാം കൂടി എത്രയായി? 9341 രൂപ. പിന്നെ ചായ, ബണ്ണ് പോലെ അതിൻ്റെ പൈസ എക്സ്ട്രാ. സാരില്ല മാഷേ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ശ്രീധനത്തിന് കൂട്ടി വാങ്ങാലോ. നിങ്ങൾ എന്നെ കളിയാക്കുക. എപ്പോഴാണ് ഡിസ്ചാർജ്? ഉച്ചയാവുന്ന പറഞ്ഞു. എന്നാ പിന്നെ സമയം കളയണ്ട മാഷേ, എളുപ്പം തന്നെ പോയിക്കോ. ചൂടാറായി പിന്നെ ചോദിക്കാൻ പറ്റൂല. അത് പോയിന്റ്. ഫോൺ ഇട്ടു. കറക്റ്റ് പോയിന്റ് അത്. ഫോൺ സോറി ഞാനേ. ശരി മാഷെ. ചിന്നു, മാഷേ, എവിടെ പോണു? മൂപ്പരെ വീട്ടിൽ കൊണ്ടാക്കണം എന്നാ ഡോക്ടർ പറഞ്ഞേ. ആണോ? നിങ്ങളുടെ വീട് എവിടെ? തിരുവനന്തപുരത്തെന്നാ പറഞ്ഞേ. ഓ, ഞാനും പറയാം. തിരൂരിലേക്കോ? മാഷിന് ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല, ഞാൻ എന്തായാലും ഹാഫ് ഡേ ലീവ് കൊടുത്തു. ആണോ? നന്നായി, അതാകുമ്പോ ഒരു കമ്പനി ആവുമല്ലോ. മാഷ് കയറി കഴിഞ്ഞു. ഹോസ്പിറ്റലിലെ ബില്ല്. എക്സ്റേ സ്കാനിങ്. ശരി മാഷേ. മാഷിന് എന്തായാലും ഉറക്കമൊക്കെ ശരിയായില്ലേ? ഹേയ്, വല്ലപ്പോഴും ഒരു ബ്രേക്ക് അല്ലേ, അത് രസമാണ്. ബസ്സിൽ പോയാ അറിയാന്നാ പറഞ്ഞേ.
തമിഴ് ബസ് പറയായിരുന്നല്ലേ. പക്ഷെ മൂപ്പർക്ക് കാറിൽ തന്നെ പോയാൽ മതി. താങ്ക്സ് മാഷെ. വണ്ണില്ല ഇവിടെ. പെണ്ണില്ലേ? ആ ബസ് സ്റ്റോപ്പ് എത്തിട്ടാ നിങ്ങൾ വലത്തോട്ട് അതന്നെ എനിക്കറിയാലോ. വലത്തോട്ട് ആ നിർത്ത് നിർത്തിക്കോ. നമ്മൾ ഇറങ്ങിക്കോളാം. ഹംസല്ലേ ഇത്? എന്താ കാറൊക്കെ? അതെ, ഈ അങ്ങാടിയിൽ ഒരു കാറിൽ വന്ന് ഇറങ്ങണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് നടന്നു. വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാം, ഞാൻ പോയിക്കോളാം. താങ്ക്സ്. മാഷെ ഒരു കാര്യം ചോദിക്കട്ടെ? ഓ, മാഷ ആദ്യമായിട്ട് പെണ്ണ് കണ്ടത് എന്നെയാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ജോലിയിൽ പെർമനന്റ് ആയതിനു ശേഷം ഞാൻ 2-3 കുട്ടികളെ പോയി കണ്ടു. ഒന്നും ശരിയായില്ല. ചിന്നു എന്താ ലേറ്റ് ആയത്? അയ്യോ, എനിക്ക് 25 വയസ്സായിട്ടേ ഉള്ളൂ. 25 വയസ്സുള്ളൂ? ആ, ഓഹോ, കണ്ടാ തോന്നൂലേ? അന്നങ്ങനെ സംഭവിച്ചാലോ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇല്ല മാഷെ. ആദ്യമായിട്ടാണ് വിക്ക് വെച്ചത്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ കയ്യിൽ വന്ന് പെട്ടാണ്. ആ. എന്നാ വിക്ക് പറഞ്ഞതിന് ശേഷം എനിക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല. അതാണ് ഞാൻ ഓടിക്കളഞ്ഞത്. ഒന്നും സാരമില്ല മാഷെ. അത് ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് വിഗാണെന്ന്. ആണല്ലേ? ഇതാണ് എന്റെ വീട്. കേറുന്നില്ലേ? ഇല്ല, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വരാം. ഓ നല്ല ലേറ്റ് ആയിരുന്നു. ശരി. ശരി മാഷെ. മാഷെ ഒരു മിനിറ്റ്, ഞാൻ ബില്ലിന്റെ പൈസ തരാൻ വേണ്ടി. ഏയ് പൈസ ഒരു വിഷയമല്ല കേട്ടോ. സൗകര്യം പോലെ വന്നാൽ മതി. എന്റെ കയ്യിലുണ്ട്. മാഷെ എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടി നോക്കിയിട്ടില്ല. ഇതൊരു 10,000 റുപ്പീസ് ഉണ്ട്. 650 രൂപ കൂടുതലാ? മാഷ് കൂട്ടി നോക്കിയില്ലെന്ന് പറഞ്ഞിട്ട്. അല്ല, ചെറിയൊരു ഐഡിയ ഉണ്ടാവുമല്ലോ മൊത്തത്തിൽ. കുഴപ്പമില്ല മാഷ്, എനിക്കൊരു കേക്ക് വാങ്ങി തന്നാൽ മതി. എനിക്ക് പരിചയമുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ പോവാം. ഓ ശരി മാഷെ. ശരി. ഓക്കെ, പോണേ മാഷെ. ബൈ. ചേട്ടാ പോവാം. ഇവിടെ എപ്പോഴും വരാറുണ്ടോ? മുമ്പ് സ്ഥിരമായിരുന്നു. എനിക്ക് ഇവിടുത്തെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം വന്നിട്ട് കുറച്ചായി. എന്ത് പറ്റി? ഒരു അഫെയർ ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പായി. ഞാൻ രാജേഷ് എന്നാ പേരും. നമ്മൾ ഹൈസ്കൂൾ മുതൽ ഒരുമിച്ചുണ്ട്. പിന്നെ രാജേഷിനൊരു സംശയം, ഞാൻ അവനെക്കാട്ടി ഒരുപാട് വളർന്നു. അതിപ്പോൾ ഒരു ചെറിയ സംശയമല്ലല്ലോ. അപ്പം അതുപോലെ കേക്കൊക്കെ ഓർഡർ ചെയ്തോടെ ഇരിക്കുകയായിരുന്നു. ആ സംസാരിച്ചു തുടങ്ങി എൻ്റെ മൂടും പോയി. അവന് US പോകണം, അവിടെ സെറ്റിൽ ആവണം, എന്നെ നൈസായിട്ട് ഒഴിവാക്കണം. എന്നിട്ട് എന്ത്, ഞാൻ കേക്ക് പാർസൽ ചെയ്തു.
പിന്നെ ഇവിടെ നിന്ന് കഴിക്കുന്നതൊക്കെ മോശമല്ലേ? മാഷിനുണ്ടോ ഇതുപോലത്തെ കഥകളൊക്കെ? മാഷ് കേക്ക് ഇഷ്ടപ്പെട്ടോ? കേക്ക് നന്നായിരുന്നു കേട്ടോ. ആണോ? ഞാൻ പറയാൻ വിട്ടുപോയി. എനിക്ക് പിന്നെ ഒന്നുകൂടി പോവാം, അവിടുത്തെ വേറെ ഐറ്റംസ് ട്രൈ ചെയ്യാലോ. എനിക്ക് അടുത്ത സെക്കൻഡ് സാറ്റർഡേ പോവാം, അതാകുമ്പോൾ ഞാൻ ഫുൾ ഫ്രീ ആണ്. അടുത്ത സെക്കൻഡ് സാറ്റർഡേ ഞാൻ കൊച്ചിയിലായിരിക്കും. ഇവിടെ ബിനാലയിൽ ചെറിയൊരു വോളണ്ടിയറിങ് പരിപാടി. മാഷ് ബിനാലെ പോയിട്ടുണ്ടോ? ഞങ്ങളുടെ സെന്റർ ഉണ്ടല്ലോ കാലടി, അവിടെ പോയപ്പോൾ ഞാൻ ലുലു മോളിൽ പോയിട്ടുണ്ട്. ലുലു മോള് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. മാഷ് ഒരു കാര്യം ചെയ്യ്, ഇപ്രാവശ്യം ബിനാലേക്ക് ഇറങ്ങ. ഞാനും കുറച്ച് ഫ്രണ്ട്സും ഉണ്ടാവും, ഒരു 3-4 ദിവസം ഉണ്ടാവും. മാഷ് അതാകുമ്പോൾ കൊച്ചിയും കാണാം, കൂട്ടത്തിൽ ബിനാലെയും കാണാം. ബിനാലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവോ എന്തെങ്കിലും? മാഷ് ഒരു കാര്യം ചെയ്യും, വന്നു നോക്ക്. ഓ, ആ നിൽക്കുന്ന എൻ്റെ അനിയനാണ്. ഏതോ നമ്മളെ കാണുകയും ചെയ്തു. കണ്ടപ്പോ എന്താ പ്രശ്നം? ഒന്നുമില്ല, നാം വീട്ടിൽ പോയിട്ട് അതും ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. എങ്കിൽ പിന്നെ നമുക്ക് തന്നെ പറയാം. എന്ത് പറയാൻ? ചിന്നു വേണ്ട. പിങ്ക് അല്ലേ? അതെ. ഹായ് കമൽ. ഹായ്. ശ്രീനിയുടെ ബ്രദർ അല്ലേ? അതെ. ഞാൻ ചിന്നു. ഓക്കെ. ശ്രീനിയുടെ ഫ്രണ്ടാണ്. ഓ ആണോ? ഓ അപ്പോൾ ശരി, പോടെ. ശരി, ബൈ. ശ്രീനി, ഇത് രവി പറഞ്ഞ കുട്ടിയല്ലേ? ഞാൻ കാലടിയിൽ പോയപ്പോൾ ഞാൻ ബിനാലെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ കാലടി സെൻറ്ററിൽ പോയപ്പോൾ ഞാൻ ബിനാലെ കാണാൻ പോയി. അവിടെ നോക്കിയപ്പോൾ കുട്ടിയുണ്ട്, ഒരു ഫോട്ടോ എടുത്തു. ഞങ്ങൾ ഫ്രണ്ട്സാണ്. നല്ല രസമുണ്ടല്ലോ. സാർ ഗുഡ് മോർണിംഗ് സർ. സാറ് ബിനാലെ എങ്ങനെ ഉണ്ടായിരുന്നു? നെക്സ്റ്റ് സൺഡേ ഞങ്ങൾ കുറച്ച് പേര് പോകുന്നുണ്ട്. എങ്ങനെ അറിഞ്ഞു? ഫേസ്ബുക്കിൽ. ഗുഡ് മോർണിംഗ് സർ. മാഷെ ബിനാലേക്കൊക്കെ പോയല്ലോ, പോകുമ്പോൾ നമ്മളോടും കൂടെ ഒക്കെ പറഞ്ഞൂടെ? അല്ല, അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോയൊന്നുമല്ല. FB-ലൊക്കെ നല്ല ലൈക്കാണല്ലോ. കൂടെ ഉണ്ടായിരുന്ന കുട്ടിയാരാ? പെരുങ്ങണ്ട ചെല്ല്. ഹലോ മാഷെ. ചിന്നു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാഷെ എന്താണ്, ലീവാണോ? ഞാൻ ക്യാമ്പസിൽ തന്നെയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ബിനാലേക്ക് മിസ് ചെയ്യുന്നുണ്ടാവില്ലേ? നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത ആ ഫോട്ടോ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ താഴെ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആണോ? ഞാൻ ഇന്ന് ഇവിടെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് നോക്കാൻ പറ്റിയില്ല. അതല്ല ചിന്നു, കുറച്ച്
വളരെ മോശപ്പെട്ട തരത്തിൽ കുറെ കമന്റ് ചെയ്തിട്ടുണ്ട് ആളുകൾ. ആണോ? എനിക്ക് മനസ്സിലായില്ല. എന്ത് മോശം കമൻസാ മാഷേ? അല്ല, ചിന്നുവിൻ്റെ തടീനെ കുറിച്ചിട്ടും എന്നെ കുറിച്ചിട്ടും അങ്ങനെ കുറേ മോശപ്പെട്ട കമന്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാമ്പസിലെ കുട്ടികളൊക്കെ അത് കണ്ടിട്ടുണ്ടെന്നുള്ളതേ. ഈ മാഷെ, എഫ് ബിയിൽ നമ്മൾ ഇതൊക്കെ സ്ഥിരമായിട്ട് അനുഭവിക്കാറുള്ളത് തന്നെയല്ലേ? ചിലർ ചിരിക്കുന്നതന്നെ മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടാ. അല്ല, അതല്ല ചിന്നു, ഞാനൊരു കോളേജ് അധ്യാപകനൊക്കെ എഴുതുകൊണ്ടട്ടെ, അതിൻ്റെ ചെറിയ നമുക്ക് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത കുഴപ്പമുണ്ടോ? ആ ഫോട്ടോ നമ്മൾ ഡിലീറ്റ് ചെയ്യണം മാഷെ. മറ്റുള്ളവരുടെ വിവരമില്ലായ്മയ്ക്ക് നമ്മൾ പരിഹാരം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? എന്ത് കുഴപ്പം മാഷെ? അവർക്ക് മടുക്കുമ്പോൾ അവരങ്ങ് നിർത്തിയിട്ട് പൊക്കോളും. അപ്പോൾ ശരി. ശരി മാഷെ. അപ്പം ആ, ഓക്കെ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ നിറവും ആകാരവും അവൻ്റെ ജീവിതത്തെ എങ്ങനെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് സി അയ്യപ്പൻ്റെ കഥകൾ. ആത്മാഭിമാനത്തിനു വേണ്ടിയുള്ള കരച്ചിലും പല്ലുകടിയുമാണ് തൻ്റെ രചനകളെല്ലാം തന്നെ എന്നാണ് സി അയ്യപ്പൻ തൻ്റെ കഥകളെ കുറിച്ച് തന്നെ പറയുന്നത്. ഹലോ, എഫ് ബിയിലെ ഫോട്ടോ ആകെ പ്രശ്നമായല്ലോ, കണ്ടില്ലേ? നമുക്ക് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അനു. ചേച്ചിയുടെ ഫ്രണ്ടിനും കളിയാക്കുന്നുണ്ട്, ദേഷ്യം വരും. ദേഷ്യമൊന്നും വരണ്ട, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. ഫോൺ വെച്ചോ. സാറേ, നിങ്ങൾ തളരരുത് സാറേ. സാർ ഒന്നുകൊണ്ട് പഠിക്കണ്ട സാർ, ഞങ്ങളൊക്കെ ഉണ്ട് സാറേ കൂടെ. സാറിനെതിരെ കമന്റ് ഇട്ട ഒരാളെയും വെറുതെ വിടൂല. എല്ലാരും ഓളിൽ ഇന്നു മുതൽ പൊങ്കാലാണ്. ഉറപ്പാണ് സാറേ. സാർ ചിന്നു ചേച്ചിനോടും കൂടെ പറയണം. സംഭവമാകെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ക്യാൻസറിനേക്കാളും സ്പീഡാണ്. അതങ്ങ് കളയാൻ പറയും മാഷേ. അതാണ് നല്ലത്. ഇപ്പം തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസും കൂടി ചേർന്ന് മാഷിന് വേണ്ടി നടത്തുന്ന ഈ പോരാട്ടം ഉണ്ടല്ലോ ഫേസ്ബുക്കിൽ, ചേരി തിരിഞ്ഞുള്ള ചീത്ത വിളിയാണ്. അപ്പം ഞാനെന്ത് ചെയ്യാനാണ് സാറേ? മാഷിനെ പോലെ തന്നെ ഈ ക്യാമ്പസിനെ അത് ബാധിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി. മാഷിന് വേണ്ടപ്പെട്ട കുട്ടിയല്ലേ അത്, അതങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഹലോ മാഷേ. മാഷേ, ഫോണിൽ ചാർജ് തീരെ കുറവാണ്, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇല്ലില്ല, ഞാനൊരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്. ആ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നില്ല, ഡിലീറ്റ് ചെയ്യേണ്ടി വരും. മാഷേ, ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും. ഇല്ലില്ല, മറ്റേ കോളേജിലൊക്കെ മൊത്തം ഡിലീറ്റ്. ഹലോ ഹലോ
ചേച്ചി ഇപ്പോൾ വരാം. എന്തായാലും അർജൻറ്റായിട്ടൊരു കോൾ ചെയ്യാനുണ്ട്, വന്നിട്ട് സംസാരിക്കാം. ഹലോ ഹലോ മാഷേ. ഞാൻ നിങ്ങൾ എത്രയോ തവണ വിളിച്ചു, നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത്? മാഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിരുന്നു. ഞാൻ നിങ്ങളോട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ എന്താ ഡിലീറ്റ് ചെയ്യാത്ത ചിന്നു? മാഷെ അത് ചെയ്യുന്നില്ലെന്ന് നമ്മൾ അപ്പം തന്നെ തീരുമാനിച്ചതല്ലേ? അല്ല, നിങ്ങൾ എന്നെ ഉപദേശിച്ചല്ലോ നമ്മൾ ഇവിടെ ഒന്നും റിയാക്ട് ചെയ്യരുതെന്ന്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ മരുന്നിട്ട് കൊടുത്തില്ലേ? ഇപ്പൊ മൊത്തം വഷളായല്ലോ. മാഷെ റിയാക്ട് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞത് അപമാനിക്കുന്നതിനോട് പൊറുക്കണം എന്നല്ല, ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ വേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് കൂടുതൽ സംസാരിക്കണമെന്നില്ല, നിങ്ങൾ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. മാഷെ നമ്മൾ എങ്ങോട്ടായി ഒളിച്ചോടുന്നത്? എനിക്കങ്ങനെ ആരെയും പേടിച്ച് ജീവിക്കാൻ സൗകര്യമില്ല. അല്ല, നിങ്ങൾ അങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഇതിൽ എന്റെ ജീവിതവും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു കോളേജ് അധ്യാപകനാണ്, ഞാൻ ഡെയിലി 100 ചില്ലാനം കുട്ടികളെ ഫേസ് ചെയ്യുന്ന ആളാണ്. മാഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് കുറച്ച് നിർബന്ധങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. നിങ്ങൾ എന്താ റെസ്പെക്ട് ചെയ്യാത്ത? മാഷെ ഞാൻ അതെല്ലാം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇവറ്റകൾക്ക് മുമ്പിൽ പേടിച്ചാൽ അത് അവർക്കൊരു പ്രോത്സാഹനം ആവുകയുള്ളൂ. എനിക്ക് ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല. ആ ഫേസ്ബുക്ക് ഫോട്ടോയിൽ ഞാനും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്റെ ഇഷ്ടവും കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറയാണ്, ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം. ഞാൻ ഇതിൽ കൂടുതൽ ഒന്നും തർക്കിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് യാതൊരു ബന്ധവും നമ്മൾ തമ്മിലില്ല.